അത് ഞാൻ കണ്ടായിരുന്നു. അത് അപ്പൊ അതും പിന്നെ ഇപ്പൊ ഫ്രാൻസ് പറഞ്ഞ നമ്മളിങ്ങനെ ഇമാജിനേറ്റ് ചെയ്ത് നോക്കുമല്ലോ. പക്ഷെ നമ്മൾ കേൾക്കുമ്പോ ആ നാടൊന്ന് കാണണം, കൂട്ടുകാരെ ഒന്ന് കാണണം. തീർച്ചയായും വന്ന അത്ര സന്തോഷം. ഓക്കെ, എല്ലാരും അങ്ങനെയാണ്. നമ്മളത് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടല്ലേ. അതാണ്, അതിലോട്ടൊക്കെ വന്നാലേ ഇപ്പം മറ്റെന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും സമാധാനം ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതുപോലും ഇല്ലാത്ത വെറും സാധാരണക്കാരനായിട്ടാ ഞാൻ തുടങ്ങിയതും ഇപ്പം വന്ന് നിൽക്കുന്നതും എല്ലാം. ഇപ്പം ഒന്നുമില്ലായ്മ, വെറും സീറോ ബികോം ബാച്ചലർ ഓഫ് കൊമേഴ്സ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാ എന്റെ, അത് പറയാതിരിക്കാനും പറ്റത്തില്ല ഒരു പേര്. അപ്പോൾ ഒരുപാടധികം ആളുകളുടെ എഫേർട്ടും, പക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ ആ നാടൊന്ന് കാണണം, കൂട്ടുകാരെ ഒന്ന് കാണണം, ഫാമിലി ഒന്ന് കാണണം. നോക്കട്ടെ, ഒരു ദിവസം അങ്ങോട്ട് വരാം. തീർച്ചയായും വന്ന അത്ര സന്തോഷം. ഓക്കെ, അവർക്കെല്ലാം എല്ലാരും അങ്ങനെയാണ്. ഞാന് അഫ്രാൻസിന്റെ സ്റ്റോറിയിൽ ഞാൻ കണ്ടായിരുന്നു റിസൾട്ട് വന്ന സമയത്ത്. റിസൾട്ട് വന്നപ്പോ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരുന്നോണ്ടായിരുന്നല്ലേ റിസൾട്ട് നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ കണ്ടായിരുന്നു കൂടെ രണ്ടുപേരും റിസൾട്ട് വന്നതാന്ന് പറഞ്ഞ് കാണിക്കുന്നല്ലേ, അത് ഞാൻ കണ്ടായിരുന്നു. അത് അപ്പൊ അതും പിന്നെ ഇപ്പൊ ഫ്രാൻസ് പറഞ്ഞ നമ്മളിങ്ങനെ ഇമാജിനേറ്റ് ചെയ്ത് നോക്കുമല്ലോ. ഇങ്ങനെ ഒരുപാട് ആളുകളും നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ആരെങ്കിലും നന്നാവുന്നത് നോക്കി നിൽക്കുക പുറകിൽ കുത്താൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കൂട്ടുകാരുള്ളപ്പോ ഇത്രയും ആളുകളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാല് അത് ചില ബ്ലെസ്ഡ് ആണെന്ന് തന്നെ പറയണം. അതാണ്, അത്രയും ഞാനതന്നെ അല്ലെങ്കിൽ അത്രയും ബ്ലെസ്സിങ്സ് നടന്നിട്ടുണ്ട്. ഇത്രയും വീട്ടിലായാലും അത്രയും എനിക്ക് വേണ്ടി തന്നെ അത്രയും നമ്മളെ എന്താ നോക്കി കാണുന്ന എന്റെ ഡെലിവറിക്ക്, അത് ഞാൻ എന്നെ അമ്മ പ്രസവിക്കുന്ന ടൈമിൽ തന്നെ അതിനകത്ത് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വരുന്നത് തന്നെ ഭൂമിയിലോട്ട്. ദാറ്റ് മീൻസ് അമ്മയ്ക്ക് പ്രഷറിന്റെ കുഴപ്പമുണ്ട്. അപ്പൊ ആദ്യത്തെ 2 കുഞ്ഞുങ്ങൾ അങ്ങനെ അങ്ങ് മരിച്ചു. അപ്പം പിന്നെ മൂന്നാമത്തെയാണ് ഞാൻ. അങ്ങനെ ഒരു കൺഫ്യൂഷൻ അവിടെ വന്നപ്പം ഡോക്ടർ തന്നെ ചോദിക്കുന്നുണ്ട്, അമ്മ വേണോ കുഞ്ഞ് വേണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞ് അമ്മ മതി, കുഴപ്പമില്ല, കുഞ്ഞാണെ പിന്നെ നമുക്ക് നടക്കും. അപ്പം അങ്ങനൊരു കേസ് വന്ന സമയത്ത് അമ്മ ഉറപ്പിച്ച് പറഞ്ഞു, എനിക്കെല്ലാം പറ്റിയാലും കുഞ്ഞ് വരട്ടെ, കുഞ്ഞ് ജനിക്കട്ടെ എന്ന് അമ്മ ഒരു ഡിസിഷൻ അങ്ങ് എടുത്തു. ആ ഡിസിഷന്റെ ഫലമായിട്ടാണ് നമുക്ക് എന്താ ഭൂമിയിലേക്ക് വരാൻ തന്നെ പറ്റുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഒരു ബർത്ത് തന്നെ സംഭവിക്കുന്നത്. അപ്പൊ അമ്മ പിന്നീട് പറയുമ്പോഴപ്പം നമ്മൾ തന്നെ ലൈക്ക് അത്ര അന്ന് അമ്മ അങ്ങ് ഒരു സ്ട്രോങ് ഡിസിഷൻ എടുത്തുകൊണ്ടാണ് ഇന്നിങ്ങനെ നിൽക്കാനായിട്ട് പറ്റുന്നത്. അന്നോട്ട് ഇന്ന് വരെയും ഒരു കുറവറിയിക്കാതെ വളർത്തിയ അച്ഛൻ, ഇതുപോലെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന അനിയൻ, പിന്നെന്താ അനിയൻ എന്ന് പറയാൻ പറ്റത്തില്ല, അവിടെ ഒരുപാട് അനിയന്മാരുണ്ട്. അവരെല്ലാം നമുക്ക് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന ആളുകളാണ്. എനിക്കും അവരങ്ങനെ തന്നെ. അപ്പം ഇത്രയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ സന്തോഷവും ഭാഗ്യം എന്തോ എന്നുള്ളതാണ്. ഇവിടെ വന്ന് ഞാനിങ്ങനെ ഇരിക്കുമ്പോഴും ഇതിലെല്ലാം അഭിമാനം കൊള്ളുന്ന, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ പലരും വിളിച്ചാൽ പറഞ്ഞാൽ അളിയാ ഇത് ഞങ്ങൾക്ക് കിട്ടിയതിന് തുല്യമാണ്, അത് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അത്ര സന്തോഷമാണ് അവിടെ ആളുകൾക്കുള്ളത്. ഒരു വല്ലാത്തൊരു ബ്ലെസ്സിങ് തന്നെയാണ് അതിനകത്ത് എപ്പോഴും. നമുക്ക് ജെന്യുവൻ ആയിട്ടുള്ള ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മളുടെ ആനന്ദം, നമ്മൾക്ക് എത്ര സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ നിൽക്കുന്നവന് നമ്മളുടെ സന്തോഷത്തിൽ അസൂയ തോന്നുന്നെങ്കിൽ നമുക്കൊരു വിഷമം ഉണ്ടാവും. പക്ഷെ നമ്മളുടെ കൂടെ നിൽക്കുന്നവർ നമ്മളോടൊപ്പം നമുക്ക് കിട്ടിയത് അവർക്ക് കിട്ടിയ പോലെ തന്നെ ആഘോഷിക്കുന്നത് കണ്ടു നിൽക്കുന്നത് തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള സാധനം. തീർച്ചയായും. അപ്പോൾ ചിലരൊക്കെ കുറേ ആളുകളൊക്കെ ഈ റിച്ച്നെസ്, പണം എന്നുള്ളതിൻ്റെ മൂല്യത്തിനെ പറ്റി, അല്ലെങ്കിൽ റിച്ച് ആയിട്ടിരിക്കുന്ന എന്താണെന്നുള്ള ഡെഫിനേഷൻ പറയുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് ഇട്ടുമൂടുന്ന സ്വർണവും പണവും വലിയ ബംഗ്ലാവും കാറും ഒക്കെയാണ്. പക്ഷേ ഇതിനേക്കാളും റിച്ച് ആയിട്ടുള്ള ഒന്നാണ് ബന്ധങ്ങളും വാല്യൂഡ് ആയിട്ടുള്ള ആളുകളും എന്നുള്ളൊരു ഇത് ആളുകൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടല്ലേ. അതാണ്, അതിലോട്ടൊക്കെ വന്നാലേ ഇപ്പം മറ്റെന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും സമാധാനം ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ പിന്നെയും കളിക്കുമ്പോൾ പിന്നെയും കുറച്ച് നാട്ടുകാർ ചോദിക്കുമായിരുന്നു, ചേട്ടാ നീ പിന്നെയും പോകാൻ തുടങ്ങി, ഇനി നിർത്തുന്നില്ലയോ എന്ന് ഇവർ ചോദിക്കുമായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് ആളുകളായിട്ട് ഇടപെട്ട് അവരുടെ എല്ലാം ഈ ഒരു അവരുടെ കൂടെ ഇടപഴകി കിട്ടുമ്പം ആ ഒരു സന്തോഷം. ഇപ്പം പലപ്പോഴും അതിന് പുറത്തോട്ട്, ഞാൻ നാടിന് പോലും എനിക്ക് പുറത്തു പോകാൻ പറ്റാത്ത രീതിയിലൊരു ബോണ്ട് അവിടെ കിടക്കുന്നത്. എത്രയൊക്കെ വന്നു കഴിഞ്ഞാലും അങ്ങോട്ട് മാറാൻ പറ്റുന്നില്ല, അതുപോലത്തെ ഒരു ഫോഴ്സാണ് അവിടെ. അപ്പം ഈ പറഞ്ഞ പണമോ കാര്യങ്ങളോ ഒക്കെ മേ ബി അത് വരാതിരിക്കാൻ പോകാം. അതിനൊന്നും തരാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ അതിനപ്പുറത്തുണ്ട്. ആകെ നമുക്ക് ഉള്ള ഒരു ജീവിതമാണ്. അതിങ്ങനെ ഇടുങ്ങി പിടിച്ച് മറ്റുള്ളവരുടെ കുറ്റവും പറഞ്ഞ് അല്ലെ അവനേക്കാളും കേമനാവാനായിട്ട് ഇങ്ങനെ കുറെ അങ്ങ് അധ്വാനിച്ചിട്ട് അങ്ങനെ അതിനകത്തൊന്നുമല്ല. പണവും വേണം, പണമില്ലാതെ ഒന്നും നടക്കത്തില്ല, അതും വേറൊരു കാര്യം. പക്ഷേ അതിനപ്പുറത്ത് പണത്തിന് നേടിത്തരാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ക്യാരക്ടറിൽ നിന്നും നമ്മളോട് ഇടപഴകുന്ന ആളുകളും അതിൽ നിന്നൊക്കെയാണ് കിട്ടേണ്ടത്. അത് കിട്ടിയാൽ പിന്നെ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കത്തുമില്ല. നമുക്ക് മാക്സിമം ഒരു മനുഷ്യന് വേണ്ടി എനിക്ക് തോന്നിയിട്ടുള്ള എല്ലാവരും ജീവിക്കുന്നത് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പിനെസ് ആണ് വേണ്ടത്. അതിന് ഇങ്ങനത്തെ ഒരു ചുറ്റുപാടില്ലെങ്കിൽ അത് പറ്റത്തില്ല. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞു, അതാണ് വേണ്ടതും. അല്ലാതെ മറ്റെല്ലാം മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇതൊക്കെ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ആത്മാവിന് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലും അമ്മയുടെ തീരുമാനം പോലെ ആദ്യം തൊട്ടേ നമ്മൾ സ്ട്രഗിളിൽ കൂടെ വന്നൊരു കഥയാണ്. അപ്പോൾ
അഫ്രാൻസിന്റെ ജീവിതം അല്ലെങ്കിൽ അഫ്രാൻസിന്റെ എന്താണ് ഒരു ജേണിയെ പറ്റി പറയുകയാണെങ്കിൽ അഫ്രാൻസ് എങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യും? അതൊരു വല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എനിക്ക് തന്നെ അത്ഭുതമാണ് ഇതെങ്ങനെ ഒരാൾ ഈ ഒരു സാഹചര്യത്തിൽ, എൻ്റെ കൂടെ ഉള്ളവരൊക്കെ തന്നെ പറയും മറ്റാരാന്നെങ്കിലും ക്വിറ്റ് ചെയ്ത് പോയാൻ, അല്ലെങ്കിൽ ഇത് സർവൈവ് ചെയ്ത് തരാൻ പാടാണ്. അതുകൂട്ട് കഷ്ടപ്പാടിലാണ് കണ്ടിട്ടുള്ളത്. അത് ഓപ്പണായിട്ട് പറയുന്നത്, ഇപ്പോൾ അച്ഛൻ്റെ ഫാമിലിയിൽ തന്നെ അച്ഛനൊരു ആക്സിഡൻറ്റ് പറ്റി, അങ്ങനെയാണ് അച്ഛൻ്റെ കരിയറൊക്കെ കുറച്ച് പ്രശ്നമാവുന്നത്. എന്നിട്ട് പിന്നെ 3 മാസം കോമയിലൊക്കെ ആയിരുന്നു. അങ്ങനെ അച്ഛന് ഹെഡ് ഇഞ്ചുറി പറ്റി. അന്നില്ല, ഞങ്ങളായിട്ടില്ല. അപ്പൊ അതിനു മുമ്പ് അങ്ങനെ ഒരു ഇഞ്ചുറി പറ്റി. അപ്പൊ ആളുകളെല്ലാം ഇപ്പോഴും പറയുമായിരുന്നു ഇല്ലെങ്കിൽ പുള്ളി വേറെ റേഞ്ചിൽ പോകേണ്ടതായിരുന്നു എന്നൊരു രീതിയിൽ. അപ്പം അച്ഛന് തന്നെ ആദ്യമേ പ്രശ്നമായി. അപ്പോൾ അതിൻ്റെതായ എല്ലാ ബുദ്ധിമുട്ടും പുള്ളിക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പം ആ ഒരു അവിടെ നിന്നാണ് തന്നെ തുടക്കം. പിന്നെ അമ്മയ്ക്ക് പ്രശ്നങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ്, ഇത് കഴിഞ്ഞ് കുടുംബമായിട്ട് വരുമ്പോഴും. പക്ഷേ ഇപ്പോഴും എനിക്ക് ഏറ്റവും സന്തോഷം, കൊച്ചിലെന്ന് പറഞ്ഞാൽ ഞാൻ വാശി പിടിക്കുന്ന ടൈപ്പാണ്. അപ്പം എനിക്ക് ആഗ്രഹിക്കുന്ന എന്തും വേണമായിരുന്നു. പക്ഷേ ഞാൻ എന്താഗ്രഹിക്കുന്നു അതെല്ലാം നേടിത്തന്നെ ഈ ചുറ്റുപാട് അച്ഛൻ വളർത്തിയിട്ടുള്ളൂ. അപ്പം പുള്ളി മാറ്റി വെച്ചാൽ പുള്ളിയുടെ സന്തോഷവും കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് ഞങ്ങളിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പുള്ളി നടത്തുമ്പം ആ ഇൻവെസ്റ്റ്മെന്റ് തിലകൻ പറഞ്ഞ പോലെ വേസ്റ്റ് ആവാൻ പാടില്ലല്ലോ. അപ്പോൾ ക്യാപിറ്റൽ പോകാൻ പാടില്ല. അപ്പോൾ അതിന് മാക്സിമം റിട്ടേൺ കൊടുക്കണം. അപ്പോൾ അത് എത്രത്തോളം റിട്ടേൺ കൊടുക്കാവോ അത്രത്തോളം. ഈ റിസൾട്ട് അറിഞ്ഞ സമയത്ത് തന്നെ ഞാൻ അച്ഛൻ്റെ അടുത്തും അച്ഛനും ടെൻഷനായിരുന്നു നമുക്കും പരാജയപ്പെടുമോ. അപ്പോൾ ജയിച്ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി ഇരട്ടി സന്തോഷമായി. അപ്പോൾ വൈകിട്ട് കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ റിസൾട്ടിനകത്ത്. അപ്പോൾ ചോദിച്ചു എന്ത് പറ്റി? ഞാൻ പറഞ്ഞു ചെറിയൊരു 1ാം റാങ്കും കൂടെ ഉണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ അപ്പോഴാണ് നമുക്ക് എനിക്ക് ആത്യന്തികമായിട്ട് പീസ് കിട്ടിയത് അവിടെ നിന്നാണ്. കാരണം ഫാമിലി ഹാപ്പി ആയില്ല. അപ്പം ഇപ്പം അവരുടെ അത്ര സന്തോഷിക്കുന്ന വേറെ ഒരു ആളുകൾ അവിടെ ഇല്ല. അപ്പം എൻ്റെ റിലേറ്റീവ്സിന് അമ്മയെക്കുറിച്ചൊക്കെ പറയുമായിരുന്നു നിങ്ങൾക്ക് മക്കളെ വളർത്താൻ അറിയത്തില്ല, ഇവർക്ക് ചുമ്മാ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ അല്ലെ പൈസ ചിലവാക്കാനേ അറിയത്തുള്ളൂ, കുഞ്ഞുങ്ങളെ വളർത്താൻ അറിയത്തില്ലെന്ന് അമ്മയുടെ ഒരു നല്ല കാലം മൊത്തം അമ്മ കേട്ടിട്ടുള്ള ഇതാണ്. അമ്മയും അച്ഛനെയും കുറിച്ചും പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് അമ്മ 2 മക്കളെ വളർത്തി കാണിച്ചു കൊടുത്തു. അപ്പൊ ഞങ്ങൾക്ക് വഴിതെറ്റായിരിക്കാൻ പറ്റത്തില്ല, വഴി തെറ്റാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇപ്പം നമ്മൾ എന്നാ ചോദിക്കുന്നത്. അപ്പൊ ആ അമ്മ വളർത്തിയ മക്കൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർക്ക് നല്ലപോലെ മക്കളെ വളർത്താൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് തെളിയിച്ചു കൊടുക്കണമായിരുന്നു. അപ്പൊ അമ്മയുടെ ഡിഗ്നിറ്റിയോടെ ഞങ്ങൾക്ക് അവിടെ പ്രൂവ് ചെയ്യണമായിരുന്നു. അത് ഞങ്ങൾ 2 പേരും അതിന്റെ മാക്സിമത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അത്രയും. അപ്പം പിന്നെ ഒരു ലിമിറ്റ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കരുത്. കാരണം ഞങ്ങൾ കാണാവുന്ന എല്ലാ കഷ്ടപ്പാടും കണ്ടു കഴിഞ്ഞതാണ്, എല്ലാ അർത്ഥത്തിലും. അത് ചെറുത് തൊട്ട് വലുത്, അതൊരു പ്രണയം ബ്രേക്കപ്പ് ആവുന്ന ആയിക്കോട്ടെ, സാമ്പത്തികമായിട്ട് കടക്കണി നിൽക്കുന്ന ആയിക്കോട്ടെ, അസുഖങ്ങളായിക്കോട്ടെ, ആക്സിഡൻറ്റുകളായിക്കോട്ടെ, എല്ലാം കണ്ടു കഴിഞ്ഞതാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ എൻ്റെ ചുറ്റുമുള്ളവരും ഇങ്ങനെയൊക്കെ തന്നെ. ഞങ്ങൾ ആരും ഒത്തിരി അങ്ങ് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയവരല്ല. പരസ്പരം സഹകരിച്ച് തന്നെ ആപത്ത് വരുമ്പോഴായിക്കോട്ടെ, സന്തോഷം വരുമ്പോഴായിക്കോട്ടെ, ഒരു ഫാമിലി പോലെ ഞങ്ങളെല്ലാം പോകുന്നത്. അപ്പം ആ ഒരു മെസ്സേജ് തന്നെ എനിക്കും പറയാനുള്ളത്. അപ്പം നമ്മൾ ഒരു പരിമിതി ഉണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതതിൻ്റെ മാക്സിമത്തിൽ അങ്ങ് വർക്ക് എടുക്കുക, ചെയ്യാമെന്ന് ചെയ്യുക, വിശ്വസിക്കുക. ദൈവവിശ്വാസം നല്ലപോലെ ഞാൻ അന്ന് തന്നെ പറഞ്ഞായിരുന്നു. അപ്പം അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. ഈ കഷ്ടതകളെല്ലാം നമ്മൾ വിചാരിച്ചാൽ മാറുന്നതേ ഉള്ളൂ. പിന്നെ കിട്ടിയ ഒരു ലൈഫ് വേസ്റ്റ് ആക്കാതിരിക്കും. ഈ സമയത്ത് ഈസി ആയിട്ട് മറ്റു ചുറ്റുകളിലൂടെ നമുക്ക് പോകാൻ പറ്റുമായിരുന്നു. കാരണം അതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഡ്രഗ്സ് ആയിക്കോട്ടെ, മറ്റു കാര്യങ്ങളായിക്കോട്ടെ, ടെമ്പററി ഹാപ്പിനെസ് ഒരുപാടുണ്ട്. അപ്പം എൻ്റെ അടുത്ത് ചോദിക്കുന്നതെല്ലാം ഞാനും പറഞ്ഞിട്ടുള്ള അതാ. ഞാൻ അന്ന് 1 മാസം മറ്റൊരു ഹാപ്പിനെസ്സിനും പോവാതെ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട്, അല്ല അന്ന് ഒരു 3 ആഴ്ച മാറ്റി വെച്ചുകൊണ്ട് ഇപ്പം എനിക്ക് പെർമനൻ്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും പെർമനൻ്റ് ഹാപ്പിനെസ്സിൻ്റെ പുറകെ പോവുക, ടെമ്പററി പോവാതിരിക്കുക. അതാണ് ഏറ്റവും നല്ലതായിട്ടും തോന്നിയിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഭയങ്കര ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു. അപ്പോൾ JRF ആയി, 1ാം റാങ്കായി. ഇനി എന്താണ് ഇന്ദുചൂടൻ്റെ ഫ്യൂച്ചർ പ്ലാൻ? ഇനി എന്തായാലും PhD സ്റ്റാർട്ട് ചെയ്യുക. അപ്പം അതും ഈ പറഞ്ഞ പരിപാടികളൊക്കെ എവിടെ വരെ? അതിന്റെ നമ്മുടെ അവിടെ അടുത്ത് തന്നെ അമ്പിളി എന്ന് പറഞ്ഞ ടീച്ചറുണ്ട്. അപ്പം ടീച്ചർ എല്ലാ സപ്പോർട്ടും, ഇത് അറിഞ്ഞ സമയം തൊട്ട് തന്നെ ടീച്ചർ എല്ലാ അർത്ഥത്തിലും കൂടെ ഇരിക്കുന്നുണ്ട്. ഓരോ മൊമെന്റിലും എന്നെ ഇങ്ങനെ വിളിച്ച് ടീച്ചറും ഫെമിനമിസിന്റെ കൂട്ട് തന്നെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പേടിക്കേണ്ട, റിസൾട്ട് വരട്ടെ, കുഴപ്പമില്ല, കിട്ടും, ശരിയാവും എന്നെല്ലാം പറഞ്ഞു. പിന്നെ പുതിയ ടോപ്പിക്സ് ഒക്കെ നോക്കാൻ പറഞ്ഞു. പിന്നെ ബാക്കി ടീച്ചർ ഫുൾ അതിന് റെഡിയാക്കി വെച്ചിരിക്കണം. അപ്പം ഇനി റിസൾട്ട് വന്നാൽ മതി എന്ന ലെവലായിരുന്നു ടീച്ചർ. എന്നെക്കാളും ടീച്ചറാണ് ആവേശം കാണിച്ചത്. അതെ. അപ്പം റിസൾട്ട് വന്ന് ആദ്യം ടീച്ചർ അറിയുന്നില്ല ഫസ്റ്റ് റാങ്ക് ആണെന്നുള്ള, ഞാൻ റിസൾട്ടേ അറിയുന്നുള്ളൂ. പിന്നെ ടീച്ചർ അറിഞ്ഞു. അപ്പോഴെന്നെ വിളിച്ചിട്ട് ഫസ്റ്റ് റാങ്കും കൂടെ ആയിരുന്നു. എന്നിട്ടാണോ പറഞ്ഞ ടെൻഷൻ. അപ്പൊ ഞാൻ പറഞ്ഞ ടീച്ചറെ അങ്ങനെ ആയിരുന്നു എൻ്റെ അവസ്ഥ. പിന്നെ ചെയ്യാവുന്നത് മാക്സിമം നമ്മൾ ചെയ്തു, ദൈവം സഹിച്ച് കിട്ടി. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പം നമുക്ക് എല്ലാവർക്കും കാണും ആ ഒരു കൂട്ടുകാരനല്ലേ, പരീക്ഷയ്ക്ക് രാവിലെ വരണം ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഞാൻ പരീക്ഷയ്ക്ക് തോക്കുമെന്ന് പറയുമ്പോൾ റിസൾട്ട് വരും 1ാം റാങ്ക് വരും. നമ്മൾ ട്രോളുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അതെല്ലാം അന്വർത്ഥമാക്കിയിട്ടിരിക്കുകയാണ്. റിസൾട്ട് നോക്കി പോകുമ്പോഴെല്ലാം അതാ പറഞ്ഞത്. ഞങ്ങൾ അത് സംസാരിച്ചോണ്ടിരിക്കുക ക്ലാസ്സിൽ. അപ്പൊ ഇവര് ക്ലാസ്സിലൊക്കെ നമ്മൾ കുറച്ചു നേരം പഠിപ്പിക്കും, കൂടുതൽ ഇവരെടുത്ത് കാര്യം പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഈ അതിൽ തന്നെ ഇവരെല്ലാം സംസാരിക്കുമ്പോൾ ഞാൻ പറയാം
ഇവിടെ എൻ്റെ കാര്യം തന്നെ കണ്ടില്ലൂടെ, അത്ര കഷ്ടപ്പെട്ടിട്ട് തന്നെ ഞാൻ ഇവിടെ ടെൻഷൻ അടിച്ച് എനിക്കൊരു ഉറപ്പില്ല. റിസൾട്ട് വന്നിട്ട് ആദ്യം എടുത്ത പറയാം ഊപ്പർ എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത് ഇത് തന്നെ യാഥാർത്ഥ്യം അതായിരുന്നു അവിടെ സംഭവിച്ചതും. ഈ സംഭവമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ PG പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫസ്റ്റ് അറ്റംപ്റ്റും ഫസ്റ്റ് നെറ്റ് ക്ലിയർ ചെയ്യുന്നതും. അപ്പൊ എനിക്ക് തന്നെ സംശയം എനിക്ക് ഭാഗ്യം കൊണ്ട് കിട്ടിയതാണോ. പിന്നെ എനിക്ക് അങ്ങോട്ട് വാശിയായിരുന്നത് ആരെ ബോധിപ്പിച്ചിട്ടില്ല, എന്നെ തന്നെ ബോധിപ്പിക്കണം. ഇതെനിക്ക് ഭാഗ്യം കൊണ്ട് കിട്ടിയതല്ല സംഭവം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് സെമ്മിൽ ഒരു പേപ്പർ സപ്ലി ഉണ്ടായിരുന്നു. ആ സപ്ലി പരീക്ഷയുടെ അന്നാണ് റിസൾട്ട് വരുന്നത്. ഞാൻ റിസൾട്ടുമായിട്ട് കോളേജിലോട്ട് ചെല്ലുന്നത് സപ്ലി എക്സാം എഴുതാൻ വേണ്ട. അപ്പൊ ഈ ടെൻഷൻ ഉണ്ടല്ലോ, ഡിഗ്രി കിട്ടുമോ, നെറ്റ് കിട്ടി, ഇനി ഇത് കിട്ടിയില്ലെങ്കിലോ, PG പോയാൽ അതും പോയില്ലേ, ഇതേ ടെൻഷനിൽ കൂടെ കടന്നു പോയ ആളോട് എനിക്കും കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും. പക്ഷെ പിന്നെ നമ്മൾ എഴുതി കഴിയുമ്പോഴാണ് 4 തവണ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് ക്ലിയർ ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഫോളോ ചെയ്യുന്ന ആ സിസ്റ്റമാണ് നമുക്ക് റിസൾട്ട് തരുന്നത്. ഒരിക്കലും ഭാഗ്യം മാത്രം കൊണ്ട് നമുക്ക് എന്ത് കിട്ടുകയില്ല, റിസൾട്ട് കിട്ടുകയില്ല. അല്ലെങ്കിൽ 150 ചോദ്യത്തിന്റെ പരീക്ഷ, 300 മാർക്കിലെ പരീക്ഷ, ഇതിൽ എത്ര ഭാഗ്യം ഉണ്ടെങ്കിൽ ഈ 150 എണ്ണത്തില് നടക്കുന്ന കാര്യമൊന്നും അല്ലേ. ഒരു 80 എണ്ണം അല്ലെങ്കിൽ ഒരു 100 എണ്ണം, ഏകദേശം 200 മാർക്ക് 190 മാർക്ക് വേണം നെറ്റും JRF ഒക്കെ കിട്ടണമെങ്കിൽ. ഈ 100 എണ്ണം കറക്കി കുത്തി ശരിയാക്കണമെങ്കിൽ ആ ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒക്കെ നിൽക്കുക. എന്നാലും അങ്ങനെ ലക്കിലൊന്നും എനിക്കൊന്ന് സ്ലാട്ടം പറഞ്ഞ പോലെ അങ്ങനെ ലക്കൊന്നുമില്ല. അതൊക്കെ ഞാൻ തീരുമാനിക്കും. ഞാൻ തീരുമാനിച്ചാൽ നല്ലത്, ഞാൻ തീരുമാനിച്ചാൽ മോശം. നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് അതാണ് നമ്മൾ എടുക്കുന്ന. അതെ. അപ്പം ഓബ്വിയസ്ലി ഒരുപാട് ആളുകൾക്ക് സംശയം കാണും, ഒരുപാട് ആൾക്ക് കുറേ ടെൻഷനുകൾ കാണും. ഞാൻ ഡിസ്റ്റൻസ് ആയിട്ടാണ് പഠിക്കുന്നത്, എനിക്കൊരു ടീച്ചറില്ല, ഞാൻ വലിയൊരു വെൽവേഴ്സ്ഡ് ആയിട്ടുള്ള കോളേജിൽ പഠിക്കുന്ന ഒരാളല്ല. അപ്പോൾ ഓബ്വിയസ്ലി ഇങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. സ്വാഭാവികമായിട്ടും ഞാനും കണ്ടുവരുന്നത്, ഞാൻ എല്ലാ കുട്ടികളോടും സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെടുന്നൊരു അല്ലെങ്കിൽ സംസാരിക്കുന്ന ഒരു കാര്യം കൂടാണ്, ഭൂരിഭാഗം ആളുകൾക്കും എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്നുള്ള വിശ്വാസമാണ്. ആത്മവിശ്വാസമുണ്ട്, പക്ഷെ പറ്റുമെന്നല്ല, എന്നെ കൊണ്ട് ഇത് പറ്റില്ല. ഞാനൊരു ബാൽ കോളേജിൽ പഠിക്കുന്നതല്ലേ, അല്ലെ ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് PG ചെയ്യുന്നതല്ലേ, എനിക്ക് ഗവൺമെൻറ് കോളേജുകളും വലിയ പ്രഗത്ഭമായിട്ടുള്ള കോളേജുകളിലെ വലിയ അധ്യാപകരും ഡോക്ടറേറ്റുള്ള പ്രൊഫസർമാരും ഒന്നും നമ്മൾക്ക് സപ്പോർട്ടിനില്ല. ഒന്നും ഇല്ലാത്തടത്ത് വരുന്നവനാണ് ഞാൻ എവിടെ പോയി നിൽക്കും എന്നുള്ളൊരു സംശയം എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുന്നതാണ്. അവരോട് അഫ്രാജിന് എന്താ പറയാനുള്ളത്? അവിടെ തീർച്ചയായിട്ടും കൽക്കിയിൽ നമ്മുടെ നാഗശ്യം പറഞ്ഞായിരുന്നു. അപ്പം അർജുനൻ കൃഷ്ണന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അപ്പം എന്റെ അമ്പ് ചെയ്തിട്ട് അവന്റെ 10 അടി മാറി, അവന്റെ കൊണ്ടിട്ട് എന്റെ 2 അടിയെ മാറിയുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അതായത് നിന്റെ രഥം അത് അഗ്നിദേവന്റെ വരവാണ്, അതുപോലെ കാവലാളായിട്ട് ധ്വജസ്ഥിതനായ ആഞ്ജനേയനാണ്, പിന്നെയോ തേരാളിയായി ത്രിലോകനാഥനായ നാമും, എന്നിട്ടും 2 അടി പിറകെ പോയെങ്കിൽ അതെ ഓർത്ത് നോക്കൂ അർജുന. അത് തന്നെയുള്ള ആ കർണനെയാണ് ഞാൻ ഇൻസ്പയർ ആക്കിയിട്ടുള്ളതും. അത് മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല, എല്ലാം കർണൻ നെഗറ്റീവായിട്ടാണ്, എതിരാണ് നിന്നിട്ടുള്ളത്. ഈവൻ പഠിപ്പിച്ച ഗുരു പോലും ശപിച്ചിട്ടേ ഉള്ളൂ, ആവശ്യമുള്ള സമയത്ത് ഒന്നും ഉപകരിക്കത്തില്ല. അതുപോലെ കവചകുണ്ടലങ്ങളെല്ലാം ദാനം ചെയ്യപ്പെട്ടു. അപ്പം ഒന്നുമില്ല, ഇല്ലായ്മയിലാണ് നിൽക്കുന്നത്, ഇനി ഒന്നും ചെയ്യാനില്ല എന്നൊരു സിറ്റുവേഷനിൽ എത്തി നിൽക്കുവാണ്. പക്ഷെ അവിടുന്ന് എല്ലാമായി നിൽക്കുന്ന സർവ്വസജ്ജമായ അർജുനനോട് ഒരു ഇളവും കൊടുക്കാതെ വിട്ടുകൊടുക്കാതെ അവസാനം വരെയും പോരാടി അത് രഥചക്രം മണ്ണിൽ പോകേണ്ടി വന്നു അവിടെ നിന്ന് ഓപ്പോസിഷനെ കൊല്ലണമെങ്കിൽ. അതുകൊണ്ടൊരു ഫൈറ്റ് പുള്ളിക്ക് ഈ ഒന്നുമില്ലായ്മയിൽ കാഴ്ചവെക്കാൻ പറ്റിയെങ്കിൽ, ആദ്യം തൊട്ടേ പുള്ളി അമ്മയുടെ സ്നേഹമില്ല, ഒന്നുമില്ല, എല്ലാം പോയിട്ടുള്ളതാണ്. ആ അപമാനത്തിലും ഈ ഒന്നുമില്ലായ്മയൊന്നും പുള്ളി കാണിച്ചൊരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട്. അതുപോലെ ചക്രവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യവും കാണിച്ചിട്ടുള്ളത്, എല്ലാം നഷ്ടപ്പെട്ടിട്ടും നിൽക്കുന്ന അവരുടെ ഒരു ഫൈറ്റിംഗ് അതാണ്. അപ്പൊ റിസൾട്ട് എന്തും ആയിക്കോട്ടെ, അപ്പൊ നമുക്ക് ഇൻസ്പയർ ആവുള്ള നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പൊ ഇതുപോലെ എൻ്റെ അവസ്ഥ ഏതാണ്ട് ഇത് തന്നെയാണ്, ഒന്നുമില്ല, എല്ലാം പെട്ടു, ഇനിയിപ്പം 1.5 ദിവസമേ ഉള്ളൂ, അല്ലെ 1 ദിവസമേ ഉള്ളൂ, എന്ത് ചെയ്യും, ഇത്രയും സിലബസ്, യൂട്യൂബില്ല, പഠിപ്പിക്കാൻ ആളില്ല, ആരുമില്ല, അതൊന്നും വിഷയമാക്കില്ല. നമുക്ക് പോരാടാവുന്നത് ആ പോരാട്ടം തന്നെയാണ് ജീവിതവും. മാക്സിമം എന്താ സഖാക്കൾ പറയുന്നല്ലോ, പഠിക്കുക, പോരാടുക. അതുപോലെ പഠിച്ചു, പോരാടി, അതാണ് നടന്നത്, നേടി. അപ്പം പോരാടാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെ നമ്മളെ മനസ്സിൽ റിസൾട്ട്, നമ്മൾ എപ്പോഴും ഞാനും അതാ ഉദ്ദേശിക്കുന്നത്, റിസൾട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല, വർക്കിലായിരിക്കണം നമ്മുടെ ഫോക്കസ്. അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട്, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിൽ പണി അങ്ങ് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഗ്യാരണ്ടീഡ് ആണ്. അപ്പം ഒരു ഭയത്തിൻ്റെയും കാര്യമില്ല. എനിക്ക് തോന്നുന്നില്ല IQ അങ്ങനെയൊക്കെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ, അതിനൊക്കെ ടെസ്റ്റ് നടത്തി ഒക്കെ തീരുമാനിക്കുന്നൊരു കാലഘട്ടമാണ്. ഒന്നുമില്ല. അല്ലെങ്കിൽ +2 കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് കേവലം സെക്കൻഡ് ലാംഗ്വേജിന് A+ വാങ്ങിച്ച ഒരാളാണ് ഞാൻ. വേറെ ഒന്നും എനിക്ക് കിട്ടിയിട്ടൊന്നുമില്ല, വലിയ പ്ലസോ കാര്യങ്ങളൊന്നും നമുക്കില്ല. അവിടുന്ന് BCom വരാനും MCom വന്ന് നെറ്റ് JRF, ഇപ്പോൾ MCom തന്നെ ഫസ്റ്റ് റാങ്ക് ഒക്കെ വാങ്ങാൻ പറ്റുമെങ്കിൽ, അപ്പോൾ അതിനകത്തൊന്നും അല്ല കാര്യം. എല്ലാവർക്കും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഏത് ഫീൽഡിൽ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് നമ്മൾ പറയുന്നത് അതാ, നിങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യമൊന്നുമല്ല. ആ മൈൻഡ് സെറ്റിൽ ഒരു മാറ്റം കൊണ്ടുവന്നാൽ മതി. ചിലപ്പോൾ ആദ്യം സ്ട്രഗിൾ ചെയ്യും. BCom കയറിയ സമയത്ത്
ഈ ഡെബിറ്റ് എന്നാണ് ഞാൻ കുട്ടിയെടുത്തും പറഞ്ഞു. ഞാൻ വിളിച്ചത് ഡോക്ടർ എന്നാ. അപ്പം ബോർഡിൽ സാറ് CR എഴുതിയപ്പോൾ നമ്മൾ കരുതി ഇത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണെന്നാ എന്ന് ചിന്തിച്ചിരുന്ന അവസ്ഥയാണ് നമ്മുടെ. അപ്പൊ അവിടുന്ന് ഇവിടം വരെ വരാൻ പറ്റുമെങ്കിൽ ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ വർക്ക് എടുക്കാൻ നിന്നാൽ ദൈവം കഴിവൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനെ കഴിവുകളൊന്നും ആരും വേർതിരിച്ച് കൊടുത്തിട്ടൊന്നുമില്ല. അപ്പൊ അത് കൃത്യമായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആർക്കും എന്തും നമ്മൾ വിചാരിച്ചാൽ നേടിയെടുക്കാനായിട്ട് പറ്റും, അത് ഉറപ്പാണ്. വർക്ക് എടുക്കുക, അതാണ്. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. ഡിസംബർ കഴിഞ്ഞ 2024 ഡിസംബറിലാണ് നമ്മൾ JRF അവാർഡ് ആകുന്നത്. അവിടെ നിന്ന് ഒരു വർഷം കഴിയാറായി. തന്നെ പഠിച്ച് നമ്മൾ പറഞ്ഞ പോലെ തന്നെ റിസോഴ്സസ് ഇല്ലാതെ ഡിസ്റ്റൻസിൽ ചെയ്തു. അപ്പോൾ ഇതുപോലെ നെറ്റ് എഴുതാൻ വേണ്ടിയിട്ട് നെറ്റ് എഴുതാൻ എനിക്ക് കിട്ടില്ല എന്ന് വിശ്വസിച്ചിരിക്കുന്ന കുറച്ചധികം ആളുകൾ നമ്മളെ ഇപ്പോഴും ഉണ്ട്. വെളിയിൽ നിൽപ്പുണ്ട്, പഠനം തുടങ്ങാത്തവരുണ്ട്, പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാത്തവരുണ്ട്. ഇവരോടെല്ലാം അഫ്രാൻസിന് എന്താ പറയാനുള്ളത്? ഒന്ന്, നമ്മളെ കൊണ്ട് നടക്കുമെന്നുള്ള കോൺഫിഡൻസ് ആണ് ഫസ്റ്റ് നമുക്കുണ്ട്. അത്ര വലിയ ടാസ്ക് ഒന്നുമല്ല, അങ്ങനെ നമ്മളതിനെ കാണാനായിട്ട് പോകണ്ട. അത് കീഴ്പ്പെടുത്തുന്ന നമ്മുടെ ഡൊമിനേറ്റിംഗ് മൈൻഡിലേക്ക് വരിക. ഇത് എന്നെ കൊണ്ട് പറ്റുന്നതാണ്, എൻ്റെ കയ്യിൽ നിൽക്കും എന്നൊരു കോൺഫിഡൻസ് വരും. കാരണം നമുക്ക് പറ്റും. കാരണം ഇതുപോലും ഇല്ലാത്ത വെറും സാധാരണക്കാരനായിട്ടാണ് ഞാൻ തുടങ്ങിയതും ഇപ്പം വന്ന് നിൽക്കുന്നതെല്ലാം. അപ്പം ഒന്നുമില്ലായ്മ, വെറും 0 BCom ബാച്ചലർ ഓഫ് കൊമേഴ്സ് ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എൻ്റെ, അത് പറയാതിരിക്കാനും പറ്റത്തില്ല, ഒരു പേര് മനേഷ് എന്നാണ്. അപ്പം എൻ്റെ സ്വന്തം ചേട്ടനെന്ന് തന്നെ പറയാം. അപ്പോൾ +2 കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കറങ്ങിക്കുന്ന സമയത്ത് പുള്ളിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ ഒന്നും പേടിക്കണ്ട, നീ ഇത് എൻ്റെ കഴിവിൽ എന്നേക്കാളും പുള്ളിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ മനേശൻ അപ്പം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, നാളെ രാവിലെ നീ 2,000 രൂപ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സിൽ പോക്കോ, ബാക്കി അവർ നോക്കിക്കോളും, നീ ധൈര്യമായിട്ട് ചെല്ല്, എന്നെ വിശ്വസിച്ച് പോ, ആദ്യത്തെ 1 മാസം നല്ല സ്ട്രഗിൾ ചെയ്യുമെന്ന് പറഞ്ഞു. അത് നീ ഓവർകം ചെയ്താൽ പിന്നെ നീ അവിടെ ടോപ്പ് ആയിരിക്കും എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അണ്ണാ എനിക്കിത് എന്തുവെന്ന് പോലും അറിയത്തില്ല, ഇത് കാരണം നമ്മൾ ആ ഫീൽഡ് ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല, നമ്മുടെ മൈൻഡിലെ പ്ലാനിലില്ലാത്തതായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുമോ? പുള്ളി കുറെ നമ്മളെ കൂട്ടിയിട്ട് പുള്ളിയാണ് പറഞ്ഞത്, എടാ നിനക്കിത് പറ്റും. പുള്ളിയുടെ പഠിത്തത്തെ അല്ല, അതിനൊന്നുമല്ല, എൻ്റെ കഴിവിൽ പുള്ളിക്ക് വിശ്വാസമായിരുന്നു. പുള്ളിയാണ് ഉന്തിത്തള്ളി വിടുമായിരുന്നത്, നീ അങ്ങ് ചെന്നോന്ന് പറഞ്ഞ്. അങ്ങനെ രാവിലെ ഞാനങ്ങ് പോയി. പിന്നെ അവിടുത്തെ സാറുമാരുടെ സപ്പോർട്ട്, അജി സാറ്, രാജ് സാറെല്ലാം നല്ല ആ 3 വർഷം നല്ല പോലെ, ഫസ്റ്റ് ഇയറിൽ അജി സാറ് പ്രത്യേകിച്ച് ബേസ് എല്ലാം നല്ല പോലെ തറവായിട്ട് അങ്ങ് എടുത്തു തന്നു. അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ തന്നെ പഠിക്കാനുള്ള ഒരു റേഞ്ച് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിന്ന് കിട്ടി. അവർ തന്നെയാണ് ഈ പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് നമ്മൾ അവസരം തരുന്നത്. പിന്നെ കൊമേഴ്സിൽ നിന്ന് വന്നവർക്ക് മറ്റു പാഠങ്ങളിൽ ഡൗട്ട് വരുമ്പോൾ സാറ് പറയും അവൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ പിന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചു തുടങ്ങുന്നത്. അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞു അവൻ്റെ അടുത്ത് ചോദിച്ചുകൂടി. അങ്ങനെ ഞാൻ BCom പഠിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയറുകാരെയും പിന്നെ സെക്കൻഡ് ഇയർ എന്നപ്പോൾ സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, MComകാർക്ക് വരെ പറഞ്ഞു കൊടുക്കാൻ സാർ അവസരം തന്നിട്ടുണ്ട്. അപ്പം ഞാൻ BCom സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ തന്നെ MCom സെക്കൻഡ് ഇയറിനൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇൻകം ടാക്സ് ഒക്കെ. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ കഴിവ് സത്യം പറഞ്ഞാൽ ഇവരൊക്കെയാണ് കാണിച്ചു തന്നത്. അപ്പോൾ അന്ന് ആ മനേശൻ്റെ വാക്ക് കേട്ടാൽ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ഇതിനകത്തൊന്നും ഡൗട്ട് അടിച്ച് തന്നിട്ടില്ല. അത് എൻ്റെ ആവശ്യകതയായിരുന്നു. നെറ്റ് വേണം, JRF വേണം, അല്ലെ MCom വേണം എന്നുള്ളത്. എനിക്കത് കിട്ടിയേ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ ആദ്യം ഒരു ആവശ്യകതാബോധം വരിക എന്നുള്ളത്. നമുക്കിത് കിട്ടിയില്ലെങ്കിൽ നമ്മളൊരു പ്ലാൻ ബിയിലേക്ക് നോക്കണം. പ്ലാൻ ബി നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ അത്ര എഫേർട്ട് ഇടത്തില്ല. അപ്പം ഈ ഒരൊറ്റ പ്ലാൻ നമ്മുടെ മുമ്പിലങ്ങ് വെക്കുക, ഇതായിരിക്കണം നമ്മുടെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ സിലബസ് കാര്യങ്ങൾ, അതിനകത്ത് എനിക്ക് എക്സാം എഴുതിയപ്പോൾ മനസ്സിലായത് +2 +1 ലെവലിൽ നിന്ന് നല്ലപോലെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം കൊമേഴ്സ് സബ്ജക്റ്റിലൊരു ഇൻഡെപ്ത് നോളജ് അത്യാവശ്യമാണ്. കഴിയുമെങ്കിൽ അത്തരത്തിലുള്ള ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ കൂടുതൽ റെഫർ ചെയ്യുന്ന ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും നമുക്ക്. അതിനോടൊപ്പം തന്നെ ഇൻകം ടാക്സ് ഒക്കെ നല്ലപോലെ ശ്രദ്ധിക്കാൻ നോക്കുക. എക്കണോമിക്സ്, അക്കൗണ്ട്സിൽ നിന്നൊക്കെ ബേസിക് ലെവലിൽ നിന്നൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ഒരു ടോപ്പിക് എടുത്ത് കാണാതെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നെറ്റ് JRF ഒക്കെ എത്ര പെട്ടെന്ന് കിട്ടുമെന്ന് തോന്നുന്നില്ല. ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുമോ ആ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നാണ് നമുക്കിത് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഒരിക്കലും അവർ ഡയറക്റ്റ് ഒരു ചോദ്യം അവർ ചോദിക്കുന്നില്ല, എല്ലാം അവന്മാർ വളഞ്ഞു കുത്തിയ ചോദ്യത്തിലോട്ട് വരത്തുള്ളൂ. അപ്പോൾ ഒരിക്കലും ഒരു ചോദ്യം പോലും അവന്മാർ അത് സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റോ കാര്യങ്ങളോ പോലും അവന്മാർ ആ എക്സാമിന് ചോദിക്കത്തില്ല. അതൊരു കറക്റ്റ് കാര്യമാണ്. പക്ഷേ അപ്പോൾ അതിനെക്കുറിച്ച് ആഴത്തിൽ നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഏത് ടോപ്പിക് എടുത്താലും വെറുതെ അതിനകത്ത് ഇങ്ങനെ കുറേ ചോദ്യം നോക്കി കാണാതെ പഠിക്കാതെ ആ ടോപ്പിക്ക് ക്ലിയർ ആയിട്ട് അറിയുക എന്നുള്ളതാണ്. നമുക്ക് സ്വയം തോന്നണം. ഞാൻ ഈ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഇത്രയും നാളും ചൂസ് ചെയ്തിട്ടുള്ള മെത്തേഡെന്ന് വെച്ചാൽ, ഞാൻ ഒരു ഇമാജിനറി ക്രൗഡ് എൻ്റെ ഫ്രണ്ടിലുണ്ട്. അപ്പം ഞാൻ ഇവരെ പഠിപ്പിക്കുകയാണ്. ഇവർക്ക് എപ്പോൾ മനസ്സിലാവുന്നോ അപ്പോഴേ ഞാൻ പഠിത്തം നടത്തത്തുള്ളൂ. അങ്ങനെ ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പം ഈ വീട്ടിൽ അപ്പുറത്തെ അച്ചാമ്മ ഇതേമെല്ലാം പറയും, ഞാനവിടെ ഉണ്ട് അറിയാൻ പറ്റും. കാരണം ജനലും തുറന്നു കിടക്കും, ഫുള്ള് സൗണ്ട് ആയിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഒരു വീടിൻ്റെ കുറെ അപ്പുറത്ത് വന്ന് നിൽക്കുമ്പോഴേ അകത്ത് ആളുണ്ടെന്ന് പിടി കിട്ടും. കാരണം അതുകൊണ്ട് സൗണ്ടിലാണ് ഞാൻ പഠിക്കും. ഞാൻ അത് മറ്റൊന്നും മൈൻഡ് ചെയ്യാൻ പോയിട്ടില്ല, ആരെന്ത് ചിന്തിക്കുന്നു നമ്മുടെ വിഷയമല്ല. അപ്പോൾ ആ ക്രൗഡിന് മനസ്സിലാവുന്നവരെ ഞാൻ പഠിക്കുമായിരുന്നു. അപ്പോൾ ആ ടോപ്പിക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അവിടെ ബേസിക്ക് നമ്മൾ ഇതങ്ങ് മനസ്സിലാക്കി എടുക്കുക. അതെന്തോന്ന് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ചോദ്യം അറ്റൻഡ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും.
കാണാതെ പഠിച്ച് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പം കണക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ പഠിക്കുമ്പം മാക്സിമം എഫേർട്ട് ഇടുക, അത്രയും തറവായിട്ട് അത് പഠിക്കാൻ പറ്റുന്നെങ്കിൽ ആ ഒരു ഇൻഡെപ്ത് നോഹോ നമുക്കുണ്ടെങ്കിൽ അതാ ആ മെറ്റീരിയൽസ് അതുപോലെ തന്നെ. പിന്നെ ക്ലാസ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ CC ഉണ്ട്. അപ്പോൾ പിന്നെ അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. എനിക്ക് പോലും അത് ഏറ്റവും കൂടുതൽ പേഴ്സണലി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ കുറേ ടെക്നിക്കൽ എറർ കാര്യങ്ങളൊക്കെ വന്ന് നോട്ട്സ് ഇല്ലാന്ന് സൈറ്റിൽ കിട്ടുന്നില്ല. എനിക്ക് പേഴ്സണലി അൽഫിൻ ചേട്ടൻ തന്നെ എനിക്കൊന്ന് എക്സാമിൻ്റെ തലേന്ന് പോലും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, ഫെമിന മിസ് അയച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനും ബാക്കി സപ്പോർട്ടിന് എല്ലാ ആളുകളുണ്ട്. അപ്പം നമ്മൾ എടുക്കേണ്ട എഫേർട്ട് കറക്റ്റായിട്ട് അങ്ങ് എടുത്താൽ മതി. സപ്പോർട്ടിന് കാര്യങ്ങൾക്കെല്ലാം എല്ലാവരും ഉണ്ട്. പിന്നെ ഞാൻ വീണ്ടും പറഞ്ഞു, അന്ന് അത്രയും സപ്പോർട്ട്. അത് JRF കഴിഞ്ഞിട്ട് പിന്നെ MCOMന്റെ സമയത്ത് പോകുമ്പോഴാണ് പോലെ ഈവൻ ഇന്ന് ഞാൻ കേരള യൂണിവേഴ്സിറ്റി MG യൂണിവേഴ്സിറ്റി ഇങ്ങോട്ട് വരുന്നത്. അവിടെ പോലും വിളിച്ച് എൻ്റെ കാര്യങ്ങൾ എല്ലാം ഞങ്ങൾ രണ്ടുപേരോടെ പോകുമ്പോൾ 1 മണിക്കൂറിനകത്ത് വളരെ സൂപ്പറായിട്ട് എക്സലൻ്റ് ആയിട്ടൊരു സർവീസ് അവർ ചെയ്തത്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി, ഇത് യൂണിവേഴ്സിറ്റി ഇത്രയും അപ്ഡേറ്റഡ് ആയോ, കേരളയിൽ പോയപ്പോൾ ഇങ്ങോട്ടൊന്നും കണ്ടില്ല. അപ്പം അതുകൂട്ട് ഗ്രൗണ്ട് ലെവൽ സപ്പോർട്ട് അവിടുത്തെ ചെയർമാനെ വിളിച്ച് പറയുന്നു, എല്ലാ രീതിയിലും അന്ന് തൊട്ട് ഇന്ന് വരെ എങ്ങനെ നമുക്കൊരു ചേട്ടൻ നിന്ന് കാര്യങ്ങൾ ചെയ്തു തരുന്ന പോലെ. അപ്പോൾ വിളിച്ചപ്പോൾ എടുക്കുന്നു, ഒരു മറ്റു തിരക്കോ കാര്യങ്ങളൊന്നും പറയുന്നില്ല, എല്ലാം ചെയ്യുന്നു, വീണ്ടും നമ്മളെ വിളിക്കുന്നു, മീറ്റ് ചെയ്യുന്നു, എല്ലാ രീതിയിലും ഒരു കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇത്ര സപ്പോർട്ടീവായിട്ടുള്ള ആളുകളുണ്ട്. അപ്പം അത് തന്നെ ഓൺലൈൻ ബാച്ചിലൊക്കെ കിട്ടുമോ എന്നുള്ളതും എനിക്കും ഡൗട്ട് തന്നെയാണ്. അല്ലാതെ ഒരു ഫേസ് ടു ഫേസ് കോൺടാക്റ്റിൽ വരുന്നില്ല, അങ്ങനെ ഒരു ഡയറക്റ്റ് കണക്ഷൻ ഒന്നും കിട്ടുന്നില്ല. പക്ഷെ ഇവിടെ ഇതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് അവസരമുണ്ട്, എല്ലാ രീതിയിലും ഫെസിലിറ്റീസ് ഉണ്ട്, അത് പ്രൊവൈഡ് ചെയ്ത ആളുകളുണ്ട്, സപ്പോർട്ടുണ്ട്. ബാക്കി കുറച്ച് നമ്മളോട് ചെയ്യേണ്ട പണിയോട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആരെക്കൊണ്ടും നേടാൻ പറ്റുന്നതേ ഉള്ളൂ. അല്ല, അതിനകത്തൊന്നും മറ്റൊരു ഡൗട്ടിൻ്റെ കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട പണി കറക്റ്റായിട്ട് അങ്ങ് ചെയ്തോളുക, റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ അഫ്രാർസിൻ്റെ വിശേഷങ്ങൾ. ഇതാണ് അഫ്രാർസിന് നിങ്ങളോടും പറയാനുള്ളത്. ഇനിയും വൈകിയിട്ടില്ല. പഠിച്ചു തുടങ്ങാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ പഠനം നിങ്ങൾ കൃത്യമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണെങ്കിൽ, പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടിയിട്ട് ഉള്ളതെല്ലാം ഇവിടെയുണ്ട്. നിങ്ങൾക്ക് മുമ്പേ നടന്നു പോയവർ തെളിച്ചിട്ടുള്ള പാത നിങ്ങളുടെ മുമ്പിലുണ്ട്. ഒരിക്കലും നിങ്ങൾ അർഹിക്കാത്ത ഒന്നല്ല നെറ്റും JRFും എല്ലാം. നിങ്ങൾക്ക് അർഹിച്ചിട്ടുള്ളത് തന്നെയാണ്, നിങ്ങൾക്കും നേടാൻ സാധിക്കുന്നത് തന്നെയാണ്. ആ പൂർണ്ണ വിശ്വാസത്തോടു കൂടി പണിയെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് JRF മേടിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡോക്ടറേറ്റ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള അധ്യാപകർ മുതൽ JRF ഹോൾഡേഴ്സ് ആയിട്ടുള്ള അധ്യാപകർ വരെ നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട സ്വപ്നം, നിങ്ങളുടെ നെറ്റും JRFും നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള പൂർണ്ണ പ്രയത്നത്തിന് നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. അപ്പോൾ അഫ്രാർസ്, ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. റിസർച്ചും കൃത്യമായിട്ട് തന്നെ കൊണ്ടുപോകണം. പിന്നെ തിരിച്ച് വന്നതിലും ഒന്നുകൂടെ കാണാൻ സാധിച്ചതിലും ഭയങ്കര സന്തോഷം. നമുക്ക് അടുത്തത് സ്വന്തം നാട്ടിൽ വെച്ച് തന്നെ കാണാം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഇറ്റ്സ് മീ അൽഫിൻ അബ്ദുൽ സലാം സൈനിങ് ഓഫ് ഫോർ കോമ്പറ്റീറ്റീവ് ക്രാക്കർ. താങ്ക് യു.